അതാണ്ട് ഈ നിൽക്കുന്ന അമ്മയൊക്കെ ഉണ്ടോ, നടക്കാൻ കഴിയാതെ ഇവിടെ വന്ന അമ്മയാണ്. കാലൊക്കെ പൊട്ടിയിട്ട്. അമ്മ ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ടോ? നടക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നല്ല നടക്കാം. നടക്കാൻ പറ്റുന്നു. എങ്ങനെ ഇവിടെ വന്നേ? വലിയ ഇതായിട്ട് വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കുക, പടിയിൽ പിടിച്ച് കയറ്റുക. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പിടിച്ചു കയറ്റാതെ നടക്കുമോ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുണ്ടോ, ഒരിക്കലും നടക്കാത്ത ഒരു അമ്മയാണ് ഈ നടന്ന് പോകുന്നത്. വെരിക്കോസ് വെയിനും അതുപോലെ തന്നെ സിവിയർ അൾസറിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ഇതുണ്ടോ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് എത്ര വയസ്സായി? 74 വയസ്സായി. ഇപ്പോഴും പ്രത്യേകിച്ച് ആരോഗ്യത്തിന് സന്തോഷമാണ് നമുക്കിപ്പോ. സന്തോഷം. ഡെയിലി പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് കിടക്കുന്നത്. ഒരു പെയിൻ കില്ലർ കഴിക്കും. അപ്പം ഇപ്പം അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ വേദന നിശേഷം മാറി. ആ ഫോട്ടോയിൽ കണ്ടാൽ തന്നെ അറിയാനൊക്കെ എന്റെ കാലിന്റെ ആദ്യത്തെ സ്ഥിതി, ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടാൽ അറിയാൻ നോക്കും. പിന്നെ എല്ലാവരും ഇത് വലിയ ഹോസ്പിറ്റലിൽ വന്ന് ഈ വെരിക്കോസിന് വേണ്ടി ചികിത്സ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്. നടക്കാൻ കഴിയാത്തവരെ നടത്തുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, വെരിക്കോസ് വെയിൻ, മുട്ടുവേദന, നടുവേദന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മനക്കൽ ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പം ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് പേര് വന്ന് ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഒരുപാട് വ്യത്യസ്തമായ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അകത്തോട് പോയിട്ട് ബാക്കി കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്, കപ്പിംഗ് തെറാപ്പി അല്ലേ? അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എങ്ങനെയാണ് പേഷ്യൻസിന് കിട്ടുന്നത്? നമുക്കിത് പല കണ്ടീഷനിലുണ്ട്. പലരും ചില സമയത്ത് വരുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കാം, ഈ പറയുന്നുള്ള സ്പൈഡർ വെയിൻ ഉണ്ടായിരിക്കാം, ബൾജിഡ് വെയിൻ ഉണ്ടായിരിക്കാം. പല കണ്ടീഷനാണ്. ഓരോ പേഷ്യനും ഓരോ സിംറ്റംസ് വ്യത്യാസമായിരിക്കും. നമ്മൾ അതിനനുസരിച്ചാണ് ഏതാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. വെരിക്കോസ് വെയിൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഒരുപാട് പേര് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് വെരിക്കോസ് വെയിൻ മാത്രമല്ല, പെയിൻ റിലീഫ് ആയിട്ടുള്ള കാര്യങ്ങളും ജോയിന്റ് പെയിനും കാര്യങ്ങളെല്ലാം ഇതാക്കാൻ പറ്റും. അത് ഓരോ പേഷ്യന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ ഏന്തി ആയിരുന്നു നടന്നു വന്നത്. അപ്പം ഇപ്പൊ അച്ഛന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതായത് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞോട്ടെ സാർ. വന്ന സമയത്ത് എനിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. കാരണം കൊമളെ ഒന്ന് പൊട്ടിയിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. കാരണം പൊട്ടി ഒലിച്ച കാലയിലൊക്കെ കാലായി കാണുന്ന ആരെയും കാല് കാണുന്നത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്കുള്ള വൃത്തിയായിട്ടായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞാൽ 7 ദിവസം ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ആദ്യം നമ്മൾ മരുന്ന് തന്ന് 7 ദിവസം മരുന്ന് കുറച്ച് നോർമൽ ആക്കി എടുത്തു. അതിനുശേഷം 7 ദിവസം തിരുമ്മി കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഫോളോഅപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വേദനകളെല്ലാം മാറി, ചൊറിച്ചിലൊക്കെ ഉണ്ട്. പിന്നെ ആയുർവേദ ആകുമ്പോൾ സമയം എടുക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ ഇത്രയും ദിവസങ്ങളുണ്ട്. അതിപ്പോ ആ ഫോട്ടോയിൽ കണ്ടാൽ തന്നെ അറിയാനൊക്കെ എന്റെ കാലിന്റെ ആദ്യത്തെ സ്ഥിതി, ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടാൽ അറിയാൻ നോക്കും. പിന്നെ എല്ലാവരും ഇത് വലിയ ഹോസ്പിറ്റലിൽ വന്ന് ഈ വെരിക്കോസിന് വേണ്ടി ചികിത്സ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ വെരിക്കോസ് വെയിനുമായിട്ടായിരുന്നു ഇവിടെ വന്നത്. അപ്പൊ എന്റെ കാലിന് നല്ല നീരും ഉണ്ടായിരുന്നു, മുറിവും ഉണ്ടായിരുന്നു, കാല് നല്ല കറുപ്പുമായിരുന്നു. പക്ഷെ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടാണ് മനക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പം ഞാൻ വന്നപ്പോൾ ആരതി ഡോക്ടറെ ഞാൻ